നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ഹമാസ് യുദ്ധം 8 മാസങ്ങൾ പിന്നിടുമ്പോൾ ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഗാസയ്ക്കുമേൽ നടത്തുന്ന ആക്രമണത്തിൽ തീവ്രഘട്ടം അവസാനിച്ചെന്ന സൂചനകൾ നൽകുകയാണ് ഇസ്രയേൽ. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈനിക വിന്യാസത്തിൽ ഉൾപ്പെടെ മാറ്റം വരുത്തണമെന്നാണ് പ്രതികരിച്ചത്. എന്നാൽ ഗാസയിൽ തീവ്ര പോരാട്ടം അവസാനിച്ചാൽ ഹിസ്ബുള്ളയ്ക്കെതിരെ നടപടി ശക്തമാകുമെന്നും ഇസ്രയേലിന്റെ ചാനൽ 14 നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു വ്യക്തമാക്കി. ലബനൻ അതിർത്തിയിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കണമെന്ന സൂചനയും നെതന്യാഹു വ്യക്തമാക്കി. ഇറാന്റെ പിന്തുണയോടെ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങളെ തടയുകയും പ്രദേശത്ത് സുരക്ഷ ഉറപ്പാക്കി പലായനം ചെയ്തവരെ തിരിച്ചെത്തിക്കുകയുമാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. ഞങ്ങളുടെ സേനകളിൽ ചിലത് വടക്കോട്ട് മാറ്റാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ അത് ചെയ്യും. പ്രതിസന്ധിക്ക് നയതന്ത്ര പരിഹാരം കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആവശ്യമെങ്കിൽ മറ്റു വഴി തേടും. അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ആക്രമണം ഭയന്ന ലബനൻ അതിർത്തിയിൽ നിന്ന് പലായനം ചെയ്തവരെ തിരിച്ചെത്തിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. എന്നാൽ വീണ്ടും സംഘടിക്കുന്നതിൽ നിന്ന് ഹമാസിനെ തടയാൻ ലക്ഷ്യമിട്ടുള്ള ടാർഗറ്റഡ് സ്ട്രൈക്കുകൾ തുടരേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഗാസ മുനമ്പിൽ ഹമാസ് തടവിലാക്കിയ 120ഓളം ബന്ദികളെ പരാമർശിച്ചുകൊണ്ട് ഭാഗികമായ ഒരു കരാർ ഉണ്ടാക്കാൻ തയ്യാറാണ്. എന്നാൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി ഒരിടവേളയ്ക്കു ശേഷം യുദ്ധം തുടരാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അത് ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് നെതന്യാഹു പറയുന്നു. ഗാസ മുനമ്പിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായി നീക്കം ചെയ്യുന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഫലസ്തീൻ തടവിലാക്കപ്പെട്ട 100ഓളം ബന്ദികളെ മോചിപ്പിക്കുന്ന തരത്തിലുള്ള കരാറിന് മാത്രമേ ഇസ്രയേൽ സമ്മതം അറിയിക്കുകയുള്ളൂവെന്നും നെതന്യാഹു പറയുന്നു. ഒരു കരാർ ഉണ്ടെങ്കിൽ ഉറപ്പായും അത് ഞങ്ങളുടെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. അതിനർത്ഥം യുദ്ധം അവസാനിക്കുമെന്നോ ഗാസയിൽ നിന്ന് ഞങ്ങൾ പിന്മാറുമെന്നോ ഹമാസിനുള്ള സ്വാധീനം അവിടെ അവശേഷിക്കുമെന്നോ അല്ല. ബന്ദികളാക്കപ്പെട്ടവരുടെ കാര്യത്തിൽ തീർച്ചയായും തീരുമാനമുണ്ടാകണം. പക്ഷേ ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതുവരെ പോരാട്ടം തുടരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് നെതന്യാഹു പറയുന്നു. അതിനിടെ ഗാസയിൽ ഏകദേശം 21,000 കുട്ടികളെ കാണാതായത് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ബ്രിട്ടീഷ് സഹായ ചാരിറ്റി ഗ്രൂപ്പായ സേവ് ദ ചിൽഡ്രൻ സംഘടനയാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. കാണാതായ ആയിരക്കണക്കിന് കുട്ടികൾ കെട്ടിടത്തിനടിയിലോ രേഖപ്പെടുത്താനാകാത്ത കൂട്ടക്കുഴിമാടുതലോ ആകാമെന്നും സ്ഫോടന വസ്തുക്കൾ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം പരിക്കുകളേറ്റും ഇസ്രയേൽ സൈന്യം തടവിലാക്കിയും സംഘർഷത്തിൽ കാണാതാവുകയും ചെയ്തിട്ടുണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഗാസയിലെ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഉറപ്പുവരുത്താനും സാധിക്കില്ല. എന്നാൽ കുറഞ്ഞത് 17,000 കുട്ടികളെങ്കിലും കുടുംബങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുണ്ടാകാം. ഏകദേശം 4,000ഓളം കുട്ടികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയിട്ടുമുണ്ടാകാം. കണക്കിൽപ്പെടാത്ത കുട്ടികൾ കൂട്ടക്കുഴിമാടങ്ങളിൽ പെട്ടിട്ടുണ്ടാകാം, റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. ജൂൺ 9 മുതൽ 250 ഫലസ്തീൻ കുട്ടികൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്നും കാണാതായതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഗാസയിലെ കുട്ടികളെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആവശ്യപ്പെടുകയാണ് സേവ് ദ ചിൽഡ്രൻ പശ്ചിമേഷ്യ മേഖലാ ഡയറക്ടർ ജെറമി സ്റ്റോണർ. പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാത്തതിനാൽ കുടുംബാംഗങ്ങൾ പരിഭ്രാന്തരാണ്. തങ്ങളുടെ കുട്ടികളെ മൃതദേഹം കണ്ടെത്തുന്നതിന് അവശിഷ്ടങ്ങളോ കൂട്ടക്കുഴിമാടങ്ങളോ കുഴിക്കേണ്ട അവസ്ഥ ഒരു രക്ഷിതാവിനും ഉണ്ടാകരുത്. യുദ്ധമേഖലയിൽ ഒരു കുട്ടിയും ഒറ്റയ്ക്കാവരുത്. ഒരു കുട്ടിയും തടവിലാവുകയോ ബന്ദിയാവുകയോ പാടില്ല എന്ന് അവർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.